നമസ്കാരം. പടവുകളുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. റീസണിങ്ങിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പക്ഷേ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനെ അപേക്ഷിച്ച് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നെറ്റ് എക്സാമിന് ഇതിൽ നിന്നും ചോദിക്കാറുള്ളത്. ഇതിലെപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഒരു പ്രത്യേക രീതിയിൽ, അതായത് തന്നിരിക്കുന്ന കണ്ടീഷൻസ് അനുസരിച്ച് അറേഞ്ച് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 4 തരത്തിലാണ് അറേഞ്ച് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഒന്ന് ലീനിയർ അറേഞ്ച്മെൻ്റ് ആണ്. ലീനിയർ അറേഞ്ച്മെൻറ്റ്. പിന്നെ ഡബിൾ റോ അറേഞ്ച്മെൻറ്റ്. പിന്നെ സർക്കുലർ അറേഞ്ച്മെൻറ്റ്. പിന്നെ റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ പ്രധാനമായിട്ടും ഇത്രയും തരത്തിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രയാങ്കിൾ ഷേപ്പിൽ, അങ്ങനെ പല ഹെക്സഗൺ, അങ്ങനെ ഒരുപാട് ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പക്ഷേ നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ലീനിയർ അറേഞ്ച്മെൻറ്റിൽ നിന്നും സർക്കുലർ അറേഞ്ച്മെൻറ്റിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ ഈ ഡബിൾ റോ അറേഞ്ച്മെൻറ്റ്, ഇപ്പോൾ ലീനിയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആൾക്കാർ 5 പേര് ഇങ്ങനെ നിൽക്കുകയാണ്, അതായത് ഒരേ ലൈനിൽ നിൽക്കുകയാണ്, ഒരു റോയിൽ നിൽക്കുകയാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ലീനിയർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഡബിൾ റോ ആണെങ്കിൽ 2 ഗ്രൂപ്പ് ആൾക്കാർ, അതായത് ABCD ഒരു ഗ്രൂപ്പ്, അതുപോലെ തന്നെ PQRST എന്നിങ്ങനെ അടുത്ത ഗ്രൂപ്പ്, അവർ ഫേസ് ടു ഫേസ് നോക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ നോർത്തിലോട്ടേക്കും മറ്റൊരു ഗ്രൂപ്പ് സൗത്തിലേക്കും നോക്കിയിരിക്കുകയാണ് എന്നൊക്കെ ഈ തരത്തിലുള്ള കണ്ടീഷൻസ് ഒക്കെ തരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡബിൾ റോ അറേഞ്ച്മെൻറ്റിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അത് വളരെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കുറച്ച് ടൈം ആവശ്യമായിട്ട് വരുന്ന, സോൾവ് ചെയ്യാൻ കുറച്ച് ടൈം ആവശ്യമായിട്ട് വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലുള്ള ക്വസ്റ്റ്യൻസ് നെറ്റ് എക്സാമിന് ചോദിക്കാറില്ല. പിന്നെ ഇനി ചോദിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. പക്ഷേ സാധാരണ രീതിയിൽ ലീനിയറിൽ നിന്നും സർക്കുലറിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. പിന്നെ സർക്കുലർ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിന് ചുറ്റും ആൾക്കാർ നിൽക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എത്ര ആൾക്കാരാണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് അത്രയും ആൾക്കാരെ അടയാളപ്പെടുത്തി അതിനനുസരിച്ച് കണ്ടീഷൻസ് അനുസരിച്ച് സോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റെക്റ്റാങ്കുലർ ആണെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി, ഇപ്പോൾ 4 പേരോ 8 പേരാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കും, 4 പേരാണെങ്കിൽ നമ്മൾ 4 സൈഡിലായിട്ട് 4 പേരെ വരയ്ക്കും. അങ്ങനെയൊക്കെയാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ലീനിയർ, സർക്കുലർ ഈ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് വരുന്ന ക്വസ്റ്റ്യൻസിലാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു ലീനിയർ അറേഞ്ച്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കാണാം ABCDEFG ആർ സിറ്റിംഗ് ഇൻ എ റോ ഫേസിങ് നോർത്ത്. അപ്പോൾ ഇവിടെ എത്ര പേരുണ്ട്? 1 2 3 4 5 6 7 7 പേരാണ് ഉള്ളത്. അവർ ഒരു റോയിൽ ഇരിക്കുകയാണ്. അത് കണ്ടാൽ തന്നെ നമുക്കറിയാം ലീനിയർ അറേഞ്ച്മെൻ്റ് ആണെന്ന്. അവർ ഫേസ് ചെയ്യുന്നത് നോർത്ത് ആണെന്ന്. അപ്പോൾ നോർത്ത് സൗത്ത് എല്ലാവർക്കും അറിയാമല്ലോ, LNSWE ഇങ്ങനെയാണ് നമുക്ക് ഡയറക്ഷൻസ് പറയുന്നത്. അപ്പോൾ നോർത്ത് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട്. നമ്മളെപ്പോഴും ഡയറക്ഷൻസിൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഈ ഒരു സെൻറ്ററിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നോർത്ത് എന്ന് പറയുമ്പോൾ മുകളിലോട്ടേക്കും സൗത്ത് എന്ന് പറയുമ്പോൾ താഴത്തേക്ക്, അങ്ങനെയാണ് സങ്കല്പിക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്ന ഒരാൾ നോർത്ത് ഫേസ് ചെയ്ത്, അതായത് അങ്ങോട്ടേക്ക് നോക്കിയിട്ട്, നോർത്തിലേക്ക് നോക്കിയിട്ട് ഇരിക്കുകയാണെങ്കിൽ അയാളുടെ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കും, അയാളുടെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കും ആയിരിക്കുമല്ലോ. അപ്പോൾ അത് ഇവിടെ ഒരാൾ ഇരിക്കുന്നതായിട്ട് തന്നെ സങ്കല്പിച്ചാൽ മതി. അങ്ങോട്ടേക്ക് നോക്കിയിട്ട് ഒരാൾ ഇരിക്കുകയാണെങ്കിൽ റൈറ്റ് ഇതും ലെഫ്റ്റ് ഇതുമാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇത് തന്നിട്ടുള്ള കണ്ടീഷൻസ് അനുസരിച്ച് ഇതിനെ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ സൗത്തിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നേരെ തിരിച്ചാണ് വരിക. ഇങ്ങോട്ടേക്ക് നോക്കിയിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ റൈറ്റ് ഇതും ലെഫ്റ്റ് ഇതും ആയിരിക്കുമല്ലോ. അപ്പോൾ അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോർത്താണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അയാളുടെ ലെഫ്റ്റ് ഇതും റൈറ്റ് ഇതും ആണെന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇത് നോക്കാം. ആദ്യമായിട്ട് എന്താണ് തന്നിട്ടുള്ളതെന്ന്, F ഈസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് E. അപ്പോൾ ഇവരിങ്ങനെ ഒരു റോയിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പായി. ഇനി F ഈസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് E എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് F ഇയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ്. ഇതാണല്ലോ ഇയുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്.
അപ്പോൾ ഇത് നോർത്ത് എന്ന് തന്നിട്ടില്ലെങ്കിലും നമ്മൾ സാധാരണ രീതിയിൽ ABCDEFG ആ സിറ്റിങ്ങിനെ റോ എന്ന് മാത്രം പറയുകയാണെങ്കിൽ നമ്മൾ നോർത്ത് എന്ന രീതിയിൽ തന്നെ എടുത്താൽ മതി. കാരണം റൈറ്റ് ഇത് ലെഫ്റ്റ് ഈ സൈഡ് എന്ന രീതിയിൽ എടുത്താൽ മതി. ഇവിടെ നോർത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഇത് തന്നെ ആയിരിക്കും, ഈ രീതിയിലായിരിക്കും അവരുടെ റൈറ്റും ലെഫ്റ്റും എന്ന്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ട് F is to the immediate right of E എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ് F എന്ന് എഴുതി കഴിഞ്ഞു. ഇനി E is fourth to the right of G എന്നാണ് പറഞ്ഞിട്ടുള്ളത്. E ജിയുടെ ഫോർത്ത് ടു ദ റൈറ്റ് ആണ്. അപ്പോൾ G ഇവിടെ ഉണ്ടായിരിക്കും, G ലെഫ്റ്റിൽ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ജിയുടെ റൈറ്റിൽ നാലാമത്തെ ആളാണ് E എന്നല്ല ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. E is fourth to the right of G. ജിയുടെ റൈറ്റിൽ നാലാമത്തെ ആളാണ് E. അപ്പോൾ നാലാമത്തെ ആൾ എന്ന് പറയുമ്പോൾ 3 പേര് ഇവിടെ ഉണ്ടാവുമല്ലോ, 3 പേര് കഴിഞ്ഞിട്ടാണ് E വരുന്നത്. ഫോർത്ത് ടു ദ റൈറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് റൈറ്റിൽ നാലാമത്തെ ആൾ E, 3 പേര് ഇവിടെ ബാക്കിയുണ്ട്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. C is the neighbor of B and D. അപ്പോൾ C ബിയുടെയും ഡിയുടെയും നൈബർ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 7 പേരല്ലേ ഉള്ളത്, 1 2 3 4 5 6 6 പേരുടെ പൊസിഷൻ നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി ഒരാൾ മാത്രമേ വരാനുള്ളൂ. അപ്പോൾ അതിന് ലെഫ്റ്റിലോ റൈറ്റിലോ, അതായത് ഈ എൻഡിലോ ആവാനാണ് സാധ്യത, അത് നമുക്ക് ഉറപ്പായിട്ടില്ല. ഇനി ഇവിടെ ഒരു 3 പേരെ പറ്റി പറയുന്നുണ്ട്. അതായത് C is the neighbor of B and D. C ബിയുടെയും ഡിയുടെയും നൈബറാണ്. അപ്പോൾ അത് പറയുമ്പോൾ മനസ്സിലായി ബിയുടെയും ഡിയുടെയും ഇടയ്ക്കാണ് C. അങ്ങനെ ആകുമ്പോഴാണല്ലോ, അതായത് C ബിയുടെയും ഡിയുടെയും ഇടയ്ക്കാവുമ്പോഴാണ് നൈബർ എന്ന് പറയുക. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും. എന്തായാലും C നടുവിൽ വന്നാലാണല്ലോ ഇവരുടെ 2 പേരുടെയും നൈബർ എന്ന് പറയാൻ പറ്റുക. അപ്പോൾ നമുക്ക് ബിയുടെയും ഡിയുടെയും നൈബർ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഓർഡറിൽ തന്നെ എഴുതാം. അതായത് ബിയുടെയും ഡിയുടെയും നൈബറാണ് C. അപ്പോൾ 6 പേരായി കഴിഞ്ഞു. ഇനി 7ാമത്തെ ആള് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. പേഴ്സൺ ഹൂ ഈസ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി ഈസ് അറ്റ് വൺ ഓഫ് ദ എൻഡ്സ്. അതായത് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഡി, ഇവിടെ ഡി അറിയാം, ഡിയുടെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്. 1 2 3 തേർഡ് ടു ദ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിയുടെ ലെഫ്റ്റിൽ 3ാമത്തെ ആള് വൺ ഓഫ് ദ എൻഡ്സിലാണ്, അതായത് ഒരു എൻഡിലാണ്. ഈ ഇരിക്കുന്നതിൽ 7 പേര് ഇരുന്നതിൽ ഒരു എൻഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇയാൾ ഒരു എൻഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ 7 പേരുള്ളതിൽ 6 പേരായി. ഇപ്പുറത്ത് ഈ ഒരു സൈഡിൽ, അതായത് ഈ ഒരു എൻഡിൽ ഇനി ആർക്കും വരാൻ പറ്റില്ല. കാരണം ഡിയുടെ ലെഫ്റ്റിൽ 3ാമതായിട്ട് ഇരിക്കുന്ന ആള് എൻഡിലിരിക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ആൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ആളാരാണ്? നമ്മളെല്ലാവരെയും വരച്ചു കഴിഞ്ഞല്ലോ. എ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. എ കഴിഞ്ഞ് ബി സി ഡി ഇ എഫ് ജി ഉണ്ട്. അപ്പോൾ എനെ നമുക്ക് ഇവിടെ വരക്കാം. അപ്പോൾ ഇപ്പോൾ 7 പേരായില്ലേ. ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഹൂ ആർ ദ നെയ്ബേഴ്സ് ഓഫ് ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബിയുടെ നെയ്ബേഴ്സ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജിയും സിയും ആണ് ബിയുടെ നെയ്ബേഴ്സ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഞാനിവിടെ ഓപ്ഷൻസ് എഴുതിയിട്ടില്ല, ക്വസ്റ്റ്യൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ ഇതായിരിക്കും, GNC എന്നതായിരിക്കും, അല്ലെങ്കിൽ CNG എന്നതായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സർക്കുലർ അറേഞ്ച്മെൻ്റ് ആണ്. അതായത് ഒരു സർക്കിളിൽ ആൾക്കാർ നിൽക്കുകയോ ഇരിക്കുകയോ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സർക്കിൾ വരച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സർക്കിൾ വരച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ സർക്കിളിനെ, അതായത് സർക്കിളിൻ്റെ സെൻറ്ററിനെ ഫേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പുറത്തോട്ടേക്ക് സെൻറ്ററിനെ ഫേസ് ചെയ്തിട്ടാണെങ്കിൽ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അതായത് ആൾക്കാർ ഇങ്ങനെയാണ് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ സെൻറ്ററിനെ ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ആളുടെ റൈറ്റ് ഇതും ലെഫ്റ്റ് ഇതും ആയിരിക്കും എന്നത് ഓർക്കുക. അതായത് മറ്റൊരാൾ ഇയാളുടെ ലെഫ്റ്റിൽ 3ാമത്തെ ആളാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ സൈഡിൽ തന്നെ അടയാളപ്പെടുത്തണം, അത് മാറിപ്പോകാൻ പാടില്ല. സെൻറ്ററിനെ ഫേസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. അതേ സമയത്ത് പുറത്തേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് ഇവിടെ ഇരിക്കുന്ന ഒരാൾ പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ. അപ്പോൾ പുറത്തേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ റൈറ്റ് ഇതും ലെഫ്റ്റ് ഇതുമാണ് എന്ന കാര്യം മറക്കരുത്. കാരണം അത് മാറിപ്പോയാൽ നമ്മുടെ മൊത്തത്തിൽ തെറ്റിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ളത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിൽ ഈസി ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അങ്ങനെയൊന്നും പറയാറില്ല. എന്നാലും ചിലപ്പോൾ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എല്ലാവർക്കും അറിയാമല്ലോ. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മുടെ ക്ലോക്കിലെ സമയം, അതായത് ക്ലോക്കിലെ സമയം നീങ്ങുന്ന അതേ ഡയറക്ഷനാണ് ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസിൽ ഇന്ന പൊസിഷനിൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. അതേപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് എന്നതുകൂടെ ശ്രദ്ധിക്കുക.
അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. 6 boys are standing such that they form a circle each facing the center. അപ്പോൾ ഇവിടെ സെൻറ്ററിനെ ഫേസ് ചെയ്തിട്ട് 6 boys ആണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 2 3 4 5 6. അപ്പോൾ 6 പേരെ വരച്ചിട്ടുണ്ട്. ഇനി എന്താണ് പറയുന്നത്? അലോക് ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് പ്രഭാത്. അപ്പോൾ സെൻറ്ററിനെ ഫേസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ലെഫ്റ്റും റൈറ്റും മനസ്സിലായല്ലോ. ഇങ്ങോട്ടേക്ക് ലെഫ്റ്റും ഇങ്ങോട്ടേക്ക് റൈറ്റും ആയിരിക്കും. അപ്പോൾ അലോക് ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് പ്രഭാത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റും റൈറ്റും എങ്ങോട്ടേക്കാണ് എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ ഒരു സർക്കിൾ വരയ്ക്കുന്നു. നമ്മൾ സർക്കിളിൻ്റെ ഇവിടെ ഒരാൾ ഇരുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ അയാളുടെ ലെഫ്റ്റ് റൈറ്റ് ഏതാണ്? ഇങ്ങോട്ടേക്ക് നോക്കിയിരിക്കുന്ന ഒരാൾ സങ്കല്പിക്കുക. അപ്പോൾ അയാളുടെ റൈറ്റ് ഏതാണ്, അയാളുടെ ലെഫ്റ്റ് ഏതാണ് എന്നത് മാത്രം ഓർത്താൽ മതി. അപ്പോൾ അലോക് ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് പ്രഭാത് എന്നാണ് പറയുന്നത്. അപ്പോൾ അലോക് പ്രഭാതിൻ്റെ ലെഫ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ പ്രഭാതിനെ വരയ്ക്കുകയാണ്. അപ്പോൾ അലോക് പ്രഭാതിൻ്റെ ലെഫ്റ്റാണ്. ഇത് പേര് മുഴുവനായിട്ടൊന്നും നിങ്ങൾ എഴുതണ്ട. എന്താണ് ഇപ്പോൾ എ വെച്ച് 2 പേരുണ്ട്, അലോകും അശോകും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എയിൽ നിന്ന് എഴുതിയത്. അല്ലെങ്കിൽ എ എന്ന് മാത്രമേ എഴുതുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് പറയുന്നത് സുനിൽ ഈസ് ബിറ്റ്വീൻ അശോക് ആൻഡ് വികാസ്. ഇനി സുനിൽ അശോകിൻ്റെയും വികാസിൻ്റെയും ഇടയ്ക്കാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഇത് എവിടെ വരക്കണം എന്നറിയില്ല. കാരണം 4 പൊസിഷൻ ബാക്കിയുണ്ട്. ഇനി ഇവരെ എവിടെയാണ് വരക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഹരി ഈസ് ബിറ്റ്വീൻ അലോക് ആൻഡ് അശോക്. അലോകിൻ്റെയും അശോകിൻ്റെയും ഇടയ്ക്കാണ് ഹരി. അപ്പോൾ അലോകിൻ്റെ അശോകിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ വരക്കാൻ പറ്റില്ല. കാരണം ഇടയ്ക്ക് ഇവിടെ PR അതായത് പ്രഭാത് ഉണ്ട്. അപ്പോൾ ഇവിടെ ആയിരിക്കുമല്ലോ വരയ്ക്കുന്നത്. അപ്പോൾ അലോകിൻ്റെയും അശോകിൻ്റെയും ഇടയ്ക്കാണ്. ഇവിടെ അശോകാണ്, ഇവിടെയാണ് ഹരി. അപ്പോൾ ശരിയായില്ലേ? ഹരി ഈസ് ബിറ്റ്വീൻ അലോക് ആൻഡ് അശോക്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് പോവാം. സുനിൽ ഈസ് ബിറ്റ്വീൻ അശോക് ആൻഡ് വികാസ്. ഇവിടെ അശോക് ഉണ്ട്, ഇവിടെ നമുക്ക് വികാസിനെ വരക്കാം, ഇവിടെ സുനിലിനെ വരക്കാം. അതായത് സുനിൽ ഈസ് ബിറ്റ്വീൻ അശോക് ആൻഡ് വികാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 6 പേരും ആയല്ലോ. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? അത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഇവിടെ എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ എവിടെയാണ് വരയ്ക്കേണ്ടതെന്ന് ഉറപ്പില്ലെങ്കിൽ 3-മതോ 4-മതോ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ അവിടെ ഒന്നുകിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് സുനിൽ അശോകിൻ്റെയും വികാസിൻ്റെയും ഇടക്കാണെന്ന് ഓർക്കാനായിട്ട് അതായത് വായിക്കുമ്പോൾ തന്നെ ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് വികാസ് എന്നാണ്. വികാസിൻ്റെ ലെഫ്റ്റിൽ ആരാണെന്നാണ്. വികാസിൻ്റെ ലെഫ്റ്റിൽ ആരാണ്? ഇതാണ് വികാസ്. അപ്പോൾ വികാസ് നിൽക്കുന്നത്, അതായത് വികാസ് സെൻറ്ററിനെ ഫേസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇതാണ് വികാസ് എങ്കിൽ വികാസിൻ്റെ ലെഫ്റ്റ് ഇതല്ലേ. അപ്പോൾ വികാസിൻ്റെ ലെഫ്റ്റിൽ പ്രഭാതാണ്. അപ്പോൾ പ്രഭാത് എന്നതാണ് ഇവിടെ ആൻസർ. ഇവിടെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, ഇവിടെ ഞാൻ പ്രഭാത് ഇവിടെ വെച്ചാണ്, അതായത് അലോകിനെയും പ്രഭാതിനെയും വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പ്രഭാതിനെ ഞാനിവിടെ വരച്ചു എന്ന് വെച്ചാൽ എല്ലാവരും അവിടെ തന്നെ വരക്കണം. നിങ്ങൾക്ക് ഇവിടെ വെച്ചെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഞാനെപ്പോഴും ഇവിടെ താഴെ ആയിട്ട് ഇവിടെ ഈ ഒരു പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ചിന്തിക്കാൻ എനിക്ക് എളുപ്പമായിട്ട് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓർഡറിൽ കിട്ടിയാൽ മതി. അതായത് അലോക് ഈ രീതിയിൽ നോക്കുമ്പോൾ അലോക്, പ്രഭാത്, വികാസ്, സുനിൽ, അശോക്, ഹരി എന്ന ഈ ഒരു ഓർഡറിൽ കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല. റൈറ്റിൽ ആരാണ് അല്ലെങ്കിൽ ലെഫ്റ്റിൽ ആരാണ് എന്നാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ABCDEFNG are sitting in a circular region and playing cards. അപ്പോൾ ഇവിടെയും സർക്കിളിൻ്റെ ചുറ്റുമാണ് ഇരിക്കുന്നത്. എത്ര പേരുണ്ട്? ഇവിടെ 7 പേരുണ്ട്. അപ്പോൾ 1 2 3 4 5 6 7 7 പേരെ വരച്ചു. ഇനി എന്താണ് പറയുന്നത്? F is second to the right of G. അപ്പം ഞാനിവിടെ ജീനെ ഇവിടെ വരക്കാണ്. ജീൻ്റെ റൈറ്റ്, അതായത് ജീൻ്റെ റൈറ്റിതും ജീൻ്റെ ലെഫ്റ്റിതും ആണല്ലോ. അപ്പോൾ ജിയുടെ റൈറ്റിൽ സെക്കൻഡ്, അതായത് റൈറ്റിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഈ പൊസിഷനാണ്. അപ്പോൾ സെക്കൻഡ് ടു ദ റൈറ്റ് ആരാണ്? എഫ് ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ജി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ബി ഈസ് നെയ്ബർ ഓഫ് എഫ് ബട്ട് നോട്ട് സി. ബി എഫിൻ്റെ നെയ്ബറാണ്, ബട്ട്
നോട്ട് സി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എഫിൻ്റെ നെയ്ബർ എന്ന് വെച്ചാൽ ഇവിടെയും വരാൻ ചാൻസ് ഉണ്ട്, ഇവിടെയും വരാൻ ചാൻസ്. നെയ്ബർ ആണ് എഫിൻ്റെ നെയ്ബർ എന്ന് പറഞ്ഞാൽ ഇവിടെയും ആവാം ഇവിടെയും ആവാം. പക്ഷേ ബട്ട് നോട്ട് സി എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ അതായത് ബീനെ ഇവിടെ വരച്ചാൽ ചിലപ്പോൾ ഇവിടെ സി വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ബീനെ ഇവിടെ വരച്ചാൽ സേഫ് അല്ലേ? കാരണം സി ഇവിടെ വരാനുള്ള ചാൻസ് ഇല്ല. എഫിൻ്റെ നെയ്ബറും ആവും സി, അതിൻ്റെ മറ്റൊരു നെയ്ബറായിട്ട് സി വരാനും സാധ്യതയില്ല. അപ്പോൾ ഇവിടെ തന്നെ ബീനെ വരക്കാം. ഇനി E is a neighbor of C. E is a neighbor of C and is sitting fourth at the right of G. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ E is a neighbor of C. അപ്പോൾ സിയുടെ നെയ്ബറാണ് ഇ എന്ന് പറയുന്നുണ്ട്. പക്ഷേ സി എവിടെയാണെന്ന് നമുക്കറിയില്ല, ഇ എവിടെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അടുത്ത എന്താണെന്ന് നോക്കാം. ആൻഡ് ഈസ് സിറ്റിംഗ് ഫോർത്ത് അറ്റ് ദ റൈറ്റ് ഓഫ് ജി. ജിയുടെ റൈറ്റിൽ ഫോർത്ത് പൊസിഷനിലാണ് ഇ ഉള്ളത്. അതായത് ഈ നെയ്ബർ ഓഫ് സി യു ആണ് ഇരിക്കുന്നത് ഫോർത്ത് ടു ദ റൈറ്റ് ഓഫ് ജി ആണ്. ജിയുടെ റൈറ്റിൽ നാലാമത്തെ പൊസിഷനിൽ ഇത് ജിയുടെ റൈറ്റിൽ ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പോൾ ഇവിടെയാണ് ആരാണ് ഇരിക്കുന്നത്? ഇ ഇവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ഈ സെൻറ്റൻസിൽ തന്നെ രണ്ടാമത്തെ ഭാഗം യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ വരച്ചത്. അപ്പോൾ ആദ്യത്തേത് ഇ ഈസ് എ നെയ്ബർ ഓഫ് സി എന്നാണ്. അപ്പോൾ ഇനി സി വരാനുള്ള സാധ്യത ഇവിടെ അല്ലെങ്കിൽ ഇവിടെയാണ്. ഞാനിവിടെ നേരെ എഴുതുന്നില്ല, ഇതിലേതോ ഒന്നാണ്. അത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നോക്കാം. ഡി ഈസ് ബിറ്റ്വീൻ ഇ ആൻഡ് എ. ഡി ഇയുടെയും എയുടെയും ഇടക്കാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇയുടെയും എയുടെയും ഇടക്കായിട്ട് ഡി വരണം. പക്ഷേ ഇവിടെ എ വരക്കാൻ പറ്റില്ല, എഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇയുടെയും എയുടെയും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ എ വരക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആരാണ് ഇയുടെയും എയുടെയും ഇടയ്ക്ക്? ഡി ആണ് ഇയുടെയും എയുടെയും ഇടക്കായിട്ട് വരുന്നത്. അപ്പോൾ ശരിയായില്ലേ? അപ്പോൾ പിന്നെ സി നമുക്ക് ഇവിടെ സംശയിക്കേണ്ട, സി ഇവിടെ തന്നെ വരും. അപ്പോൾ സീനെ എവിടെയും വരച്ചു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കണ്ടീഷൻസ് അനുസരിച്ച് സർക്കിളിന് ചുറ്റും ഇരുന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് ആൻസർ എന്താണെന്ന് കണ്ടെത്താം. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. ABCDEFG 7 പേരാണ്. അപ്പോൾ സർക്കിൾ വരച്ചു. അവർ സർക്കിളിൻ്റെ സെൻറ്ററിനെ ഫേസ് ചെയ്തിട്ട് ആയിരിക്കും, എന്തായാലും പ്ലേയിങ് കാർഡ്സ് എന്ന് പറയുമ്പോൾ സെൻറ്ററിനെ ഫേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവരും ചുറ്റും പല സൈഡിലിരുന്ന് അതായത് കാർഡ്സ് കളിക്കില്ലല്ലോ, എന്തായാലും ഒരുമിച്ചിരുന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയിട്ട് അതായത് സെൻറ്ററിന് ഫേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞത് എഫ് ഈസ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ജി എന്നാണ്. ജിയുടെ റൈറ്റിൽ രണ്ടാമത്തെ പൊസിഷനിലാണ് എഫ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ബി ഈസ് നെയ്ബർ ഓഫ് എഫ് ബട്ട് നോട്ട് സി എന്ന് പറഞ്ഞു. അപ്പോൾ ബി എന്ന് പറയുന്നത് എഫിൻ്റെ നെയ്ബറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയും വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ബി നെയ്ബർ ഓഫ് എഫ് ബട്ട് നോട്ട് സി എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ ചിലപ്പോൾ സി വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ നല്ലൊരു അതിന് സേഫായിട്ട് ഇരിക്കാൻ പറ്റിയ നെയ്ബർ ഓഫ് സി ആവാണ്ട് ഇരിക്കാൻ പറ്റിയ ഒരു പൊസിഷൻ നമുക്കിവിടെ ഉള്ളപ്പോൾ നമ്മൾ ബീനെ അവിടെ തന്നെ എഴുതാം. ഇനി ഇ ഈസ് എ നെയ്ബർ ഓഫ് സി ആൻഡ് ഈസ് സിറ്റിംഗ് ഫോർത്ത് അറ്റ് ദ റൈറ്റ് ഓഫ് ജി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ സിയുടെ നെയ്ബർ ആണ്. പക്ഷേ ഇയും സിയും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അതായത് ആ സെൻറ്റൻസിൽ തന്നെ അടുത്ത പാർട്ട് സിറ്റിംഗ് ഫോർത്ത് അറ്റ് ദ റൈറ്റ് ഓഫ് ജി, അതായത് ഇനെ കുറിച്ച് തന്നെയാണ് ഇത് രണ്ടും പറയുന്നത്. അപ്പോൾ ഫോർത്ത് അറ്റ് ദ റൈറ്റ് ഓഫ് ജി എന്ന് പറഞ്ഞപ്പോൾ 1 2 3 4 ഫോർത്ത് പൊസിഷനിൽ ഇ എഴുതി. അപ്പോൾ ഇയുടെ തൊട്ടടുത്താണ് ഈസ് എ നെയ്ബർ ഓഫ് സി എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇയുടെ തൊട്ടടുത്ത് അതായത് ഇവിടെയോ സി വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അത് ഉറപ്പിക്കാനായിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നോക്കി. ഡി ഈസ് ബിറ്റ്വീൻ ഇ ആൻഡ് എ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഡി ഇയുടെയും എയുടെയും ഇടക്കാണ്. അപ്പോൾ ഇ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടക്ക് എന്ന് പറയുമ്പോൾ ഡിയുടെ നെയ്ബറായിട്ട് ഡി വരണം, അതിനടുത്ത് എ വരണം. അപ്പോൾ ഈ സൈഡിൽ നമുക്ക് ഓൾറെഡി എഫ് ഉണ്ടായിരുന്നു. അപ്പോൾ എ എഴുതി, ഡി എഴുതി, ബാക്കിയുള്ള സി ഇവിടെയാണെന്ന് കൺഫേം ചെയ്തു. അങ്ങനെയാണ് ചെയ്തത്. ഇനി ഹൂ ഈസ് ഫോർത്ത് ടു ദ ലെഫ്റ്റ് ഓഫ് ജി എന്നാണ് പറയുന്നത്. അപ്പോൾ ജിയുടെ ലെഫ്റ്റിൽ ഫോർത്ത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 1 2 3 4 ഫോർത്തിൽ സി ആണുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ സി എന്നതാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഓർഡർ നിങ്ങൾക്ക് എവിടെ വെച്ച് ഇവിടെ നിങ്ങൾക്ക് ജി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം, ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങളുടെ സൗകര്യത്തിന് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ തന്നെ അതായത് ജി ബി എഫ് എങ്ങനെ അതായത് ജിയുടെ റൈറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ GBFC EDA എന്ന ആ ഒരു ഓർഡറിൽ തന്നെ വരണം. അപ്പോൾ നിങ്ങളുടെ ആൻസറും കറക്റ്റ് ആയിരിക്കും.
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് നെറ്റ് എക്സാമിന് സാധാരണ ലീനിയർ അറേഞ്ച്മെൻറ്റിൽ നിന്നും സർക്കുലർ അറേഞ്ച്മെൻറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. അതിനനുസരിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ മാത്രം നോക്കി നിങ്ങൾ സ്വയം വരച്ച് ആൻസർ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾ സ്വയം വരയ്ക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറിപ്പോകാനും തെറ്റിപ്പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഇതിനെ സ്വയം ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് എവിടെന്നെങ്കിലും കളക്ട് ചെയ്ത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള മാർക്ക് എന്തായാലും ഉറപ്പിക്കാം. വളരെ ഇതിലും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്നും വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഈ ചാനലിലെ മറ്റെല്ലാ വീഡിയോസും കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. താങ്ക്